അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏതായാലും വന്നതോടുകൂടി വീടുകളിലൊക്കെ ദുരിതമാണ്. രാത്രി കിടന്നുറങ്ങാനാകാത്ത അവസ്ഥയാണെന്ന് എല്ലാവരും പറയുന്നു. ഒന്നിലധികം തവണ രാത്രി കറണ്ട് പോകുന്നുവെന്ന് പരാതിയുണ്ട്. പനമ്പള്ളി നഗറിൽ നിന്ന് നിതിൻ സേവ്യരാണ് ചേരുന്നത്. നിതിൻ, പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ പറയാനുള്ളത് ഇത് മാത്രമാണ്. എന്താണ് വിശേഷമെന്ന് ചോദിക്കുന്നതിനപ്പുറം ഈ കറണ്ട് കട്ടിനെ കുറിച്ചുള്ള പ്രാരാബ്ദം പറച്ചിലാണ്, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ദുരിതമാണ് എല്ലാവർക്കും പറയാനുള്ളത്, അല്ലേ? തീർച്ചയായും വിനീത്, അതായത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് സ്വസ്ഥമായി കുളിച്ച് മനസമാധാനത്തോടെ കടന്നുറങ്ങാമെന്ന് വിചാരിച്ച് വന്ന് കടന്നുറങ്ങി ഒന്ന് കണ്ണടയ്ക്കുമ്പോഴാണ് രാത്രി കറണ്ട് പോകുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. അത് നമ്മുടെ ആ പിറ്റേ ദിവസത്തെ ബാധിക്കും, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അങ്ങനെ വലിയ കഷ്ടപ്പാടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആളുകൾക്കുള്ളത്. എറണാകുളത്ത് പ്രത്യേകിച്ച് ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന ഈ പ്രശ്നം വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ വോൾട്ടേജ് ക്ഷാമം എന്ന വലിയ പ്രശ്നമുണ്ടായിരുന്നു. നമ്മളേതായാലും ഇപ്പോൾ പനമ്പള്ളി നഗറിലൊരു വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ജയചന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ചേട്ടാ, കഴിഞ്ഞ കുറേ ദിവസമായി രാത്രി ഇങ്ങനെ കറണ്ട് പോകുന്നു. അപ്പം എന്താണ് രാത്രി ഒരു ഉറക്കം കിട്ടാറുണ്ടോ? രാത്രി ഉറക്കം കിട്ടാറില്ല. നന്നായി ചൂട്. അതിലുപരി ഒന്നാമത്തെ ഈ രോഗികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ കറണ്ട് പോയാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട്. കൈക്കുഞ്ഞുങ്ങളുണ്ട്. ഇവിടുത്തെ ഈ കൊതുകിൻ്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കില്ല. കറണ്ട് ഉണ്ടായിട്ട് തന്നെ കൊതുക് നമ്മൾ വീട്ടിൽ കയറി കടിക്കുന്നു. അപ്പോൾ കൊതുക് കറണ്ട് ഇല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അത് നമ്മളറിയാറില്ല കറണ്ട് എപ്പോൾ പോകണമെന്നൊന്നും അറിയില്ല. അത് കിടന്ന് ഒന്ന് കിടക്കാന്ന് വയ്ക്കുമ്പോൾ കറണ്ട് പോകും. ഇന്നലെ കറണ്ട് പോയായിരുന്നു രാത്രി? ഇന്നലെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ചിലപ്പോൾ 2 പ്രാവശ്യം ഇല്ലെങ്കിൽ 3 പ്രാവശ്യം സാധാരണ പോകാറുണ്ട്. എല്ലാ ദിവസവും 2 പ്രാവശ്യം മിനിമം. അത് കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പോകും. അത് നമുക്ക് എപ്പോഴാണ് പോണത് വന്നതെന്ന് നമ്മൾ അറിയാറില്ല. ഇത് ഏത് സമയത്താണ് ആദ്യം പോവുക? രാത്രി ഏതാണ് ഒരു 10 മണി ഒക്കെ പോണത്. 10-10:30 ആ സമയത്തൊക്കെയാണ്, 10:30 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് പോണത്. ഈ സർക്കാർ പറയുന്നത് നമ്മൾ സ്വയം നിയന്ത്രിക്കണം, പരമാവധി നിയന്ത്രിക്കണമെന്നാണ് ഈ പീക്ക് ടൈമിലൊക്കെ. പക്ഷേ നമുക്ക് ഈ ഭയങ്കര ചൂടൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫാനും AC ഒക്കെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ മാക്സിമം ഇപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷനിൽ ഞാൻ അസോസിയേഷൻ പ്രസിഡന്റാണ്. ഈ അസോസിയേഷനിൽ നമ്മൾ മാക്സിമം ആൾക്കാരോട് പറയുന്നത്. എന്നാലും കുട്ടികളുള്ള സ്ഥലത്തെ, സുഖമില്ലാത്ത ആൾക്കാരുള്ള സ്ഥലത്ത് ഇതൊക്കെ ഒരു അതാണ്. കുട്ടികളും പ്രായമായവരും സുഖമില്ലാത്തവരും ഒക്കെയാണ് വല്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. ഒരു തവണയാണ്, പലതവണ ഇത്തരത്തിൽ പവർ കട്ടാണ്. അസുഖബാധിതരൊക്കെ ഒന്നുറക്കം പിടിക്കുമ്പോഴേക്കും, ചിലപ്പോൾ മരുന്നൊക്കെ കഴിച്ചിട്ടാകും, ഒന്നുറക്കം പിടിക്കുമ്പോഴേക്കും വീണ്ടും കറണ്ട് പോകുന്ന അവസ്ഥയാണ്. 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞാണ് പലയിടത്തും പവർ കട്ട് അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ അറിയിപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് SMS നോക്കിയിരിക്കൂ. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലായിരിക്കും SMS വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതൊരു പ്രാവർത്തികമാകുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് എന്നതിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇന്നലെ പലയിടത്തും ഈ തരത്തിൽ വൈദ്യുതി പോയിട്ടുണ്ട്. പലതവണ വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നു.